അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് കുട്ടിയുടെ തൈറോയ്ഡ് അഭാവത്തിന് കാരണമാവുമോ എന്ന് പലർക്കും സംശയമുണ്ടാവാറുണ്ട്. എന്നാൽ കുട്ടിയുടെ തൈറോയ്ഡ് പ്രോബ്ലത്തിന്റെ കാരണം, ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കാരണം തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് ഒന്നുകിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ലാത്തത്, അതിന്റെ പൂർണ്ണ വളർച്ച എത്താത്തത്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനത്തിലുള്ള തകരാറ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുന്നത്, അല്ലാതെ അമ്മയുടെ തൈറോയ്ഡുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയല്ല. എന്നാൽ പ്രഗ്നൻസിയിലെ ഹൈപ്പോതൈറോയിഡിസം ചികിത്സിക്കൽ വളരെ പ്രധാനമാണ്. കാരണം കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്തിന്, പൂർണ്ണമായ വളർച്ചയ്ക്കെല്ലാം തൈറോയ്ഡ് ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഗ്നൻസിയിൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ തൈറോയ്ഡ് ഹോർമോണിന്റെ ടെസ്റ്റ് ചെയ്യും. കാരണം കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്ത് 3 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് തൈറോയ്ഡ് ഹോർമോണാണ്. കുട്ടിയുടെ മറ്റു വളർച്ചയ്ക്കും തൈറോയ്ഡ് ഹോർമോൺ അത്യാവശ്യമാണ്. ആ തൈറോയ്ഡ്, ജന്മനാ ഉള്ള തൈറോയ്ഡ് അഭാവം കുട്ടിയിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ജനിക്കുമ്പോൾ നമ്മൾ TSH ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അമ്മയുടേത് കുട്ടിയിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാനല്ല. അതുപോലെ തന്നെ അമ്മയുടെ തൈറോയ്ഡ് ഹോർമോൺ കൃത്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന തൈറോയ്ഡ് പ്രോബ്ലം കുട്ടിയിൽ കണ്ടേക്കാം. പക്ഷെ ഒരു പെർമനന്റ് ആയിട്ടുള്ള പ്രോബ്ലം ഒരിക്കലും കുട്ടിയിൽ അത് കാരണം ഉണ്ടാവില്ല. ഈ കാര്യം മദേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കണം.